കൊറോണ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? COVID-19 എന്ന മഹാമാരിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കൊറോണയെക്കുറിച്ചെല്ലാം നമ്മൾ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് സൂര്യന്റെ കൊറോണ? നമുക്ക് നോക്കാം. നമ്മുടെ സൂര്യനെ അന്തരീക്ഷം എന്ന് വിളിക്കുന്ന വാതകങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് കൊറോണ. കൊറോണ സാധാരണയായി സൂര്യന്റെ ഉപരിതലത്തിലെ തിളക്കമുള്ള പ്രകാശത്താൽ മറയ്ക്കപ്പെടുന്നു. ഇത് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ കാഴ്ചയെ ബുദ്ധിമുട്ടാക്കുന്നു. എന്നിരുന്നാലും പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് കൊറോണ നമുക്ക് കാണാൻ കഴിയും. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമിക്കും സൂര്യനുമിടയിലൂടെ കടന്നു പോകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ചന്ദ്രൻ സൂര്യന്റെ പ്രകാശത്തെ തടയുന്നു. തിളങ്ങുന്ന വെളുത്ത കൊറോണയപ്പോൾ ഗ്രഹണമായ സൂര്യനെ ചുറ്റുന്നതായി കാണാം. കൊറോണയുടെ സാന്ദ്രത സൂര്യന്റെ ഉപരിതലത്തേക്കാൾ 10 ദശലക്ഷം മടങ്ങ് കുറവാണ്. ഈ കുറഞ്ഞ സാന്ദ്രത കൊറോണയെ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ വളരെ കുറഞ്ഞ തെളിച്ചമുള്ളതാക്കുന്നു. കൊറോണയുടെ ഉയർന്ന താപനില ഒരു നിഗൂഢതയാണ്. നിങ്ങൾ ഒരു ക്യാമ്പ് ഫയറിനടുത്തിരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. നല്ല ചൂടാണ്. എന്നാൽ നിങ്ങൾ തീയിൽ നിന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. സൂര്യനിൽ സംഭവിക്കുന്നതായി തോന്നുന്നതിന്റെ വിപരീതമാണിത്. ജ്യോതിശാസ്ത്രജ്ഞർ വളരെ കാലമായി ഈ രഹസ്യം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നു. കൊറോണ സൂര്യന്റെ അന്തരീക്ഷത്തിന്റെ പുറംപാളിയിലാണ്. അതിന്റെ ഉപരിതലത്തിൽ നിന്ന് വളരെ അകലെയാണ്. എന്നിട്ടും കൊറോണ സൂര്യന്റെ ഉപരിതലത്തേക്കാൾ 100 കണക്കിന് മടങ്ങ് ചൂടാണുള്ളത്. ഐറിസ് എന്ന നാസയുടെ ദൗത്യം സാധ്യമായ ഒരു ഉത്തരം നൽകിയിരുന്നിരിക്കാം. സൂര്യനിൽ നിന്ന് കൊറോണയിലേക്ക് സഞ്ചരിക്കുന്ന ഹീറ്റ് ബോംബുകൾ എന്ന് വിളിക്കപ്പെടുന്ന വളരെ ചൂടുള്ള വസ്തുക്കളുടെ പാക്കറ്റുകൾ ദൗത്യം കണ്ടെത്തി. കൊറോണയിൽ ഹീറ്റ് ബോംബുകൾ പൊട്ടിത്തെറിക്കുകയും അവയുടെ ഊർജം താപമായി പുറത്തുവിടുകയും ചെയ്യുന്നു. എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞർ കരുതുന്നത് കൊറോണയെ ചൂടാക്കുവാനുള്ള നിരവധി മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത് എന്നാണ്. സൂര്യന്റെ ഉപരിതലം കാന്തിക ക്ഷേത്രങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ റെഫ്രിജറേറ്ററിന്റെ വാതിൽ പോലെ കാന്തങ്ങളെ ലോഹത്തിൽ ഒട്ടിപ്പിടിപ്പിക്കുന്ന ശക്തിയാണിതിന്. സൂര്യന്റെ കാന്തിക ക്ഷേത്രങ്ങൾ കൊറോണയിലെ ചാർജ് ചെയ്ത് കണങ്ങളെ സ്വാധീനിച്ച് മനോഹരമായ സവിശേഷതകൾ ഉണ്ടാക്കുന്നു. സ്ട്രീമറുകൾ, ലൂപ്പുകൾ, പ്ലൂമുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രത്യേക ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ സവിശേഷതകൾ വിശദമായി കാണാൻ കഴിയും. കൊറോണ ബഹിരാകാശത്തേക്ക് വ്യാപിക്കുന്നു. അതിൽ നിന്നാണ് നമ്മുടെ സൗരയൂഥത്തിലൂടെ സഞ്ചരിക്കുന്ന സൗരവാതം വരുന്നത്. കൊറോണയുടെ താപനില അതിന്റെ കണങ്ങളെ വളരെ ഉയർന്ന വേഗതയിൽ ചലിപ്പിക്കുന്നു. ഈ വേഗത വളരെ ഉയർന്നതാണ്. കണികകൾക്ക് സൂര്യന്റെ ഗുരുത്വാകർഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാനുള്ള യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 ദൗത്യം ഡിസംബർ 4-ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന വിക്ഷേപിച്ചു. വൈകിട്ട് 4:08 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് PSLV C-59 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. 2 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിക്ഷേപിച്ച ദൗത്യമാണ് പ്രോബ 3. ഒക്യുൾട്ടർ, കൊറോണോഗ്രാഫ് എന്നിവയാണ് ഉപഗ്രഹങ്ങൾ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ പ്രഭാവലയത്തെക്കുറിച്ച് പഠിക്കുന്ന വിധത്തിലാണ് ദൗത്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 1680 കോടി രൂപയാണ് ഈ ദൗത്യത്തിന്റെ ചിലവ്. ഭൂമിയിൽ നിന്ന് കുറഞ്ഞ അകലം 600 കിലോമീറ്ററും കൂടിയ അകലം 60,530 കിലോമീറ്ററുമുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാകും പേടകങ്ങളെ എത്തിക്കുക. ISRO 2001 വിക്ഷേപിച്ച പ്രോബ 1, 2009 വിക്ഷേപിച്ച പ്രോബ 2 എന്നിവയുടെ തുടർ ദൗത്യമാണ് പ്രോബ 3. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.